പ്രിയ സഹോദരന്മാരെ, ഇന്ന് മൈഗ്രെയിന്, ചെന്നിക്കുത്ത്, വിട്ടുമാറാത്ത തലവേദന, ഇത് നമുക്ക് മരുന്നൊന്നുമില്ലാതെ, അതല്ലെങ്കിൽ കാലാകാലം മരുന്ന് കുടിക്കാതെ ഇതിനങ്ങ് മാനേജ് ചെയ്താലോ? ഇതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചെന്നിക്കുത്ത് അല്ലെങ്കിൽ മൈഗ്രെയിന് ഈ സാധനം കൊണ്ട് പലരും പറയും, രക്ഷയില്ല ഡോക്ടറെ, ഞാൻ ഗൾഫ് നിർത്തി പോരുകയാണ് അറിയണമല്ലുണ്ട്. അതല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിന് എനിക്ക് വേണ്ട രീതിയിൽ കെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ആദ്യത്തെ കുട്ടിനെ സ്കൂൾക്ക് കൊണ്ടുപോകാൻ കഴിയാതെ, എൻ്റെ കുട്ടീനോട് ഞാനൊരു നീതി പുലർത്തുന്നില്ല, ആ കുട്ടീനെ മൂത്തമ്മയും വല്യമ്മയാണ് സ്കൂൾക്ക് പറഞ്ഞയക്കണേ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട ഒരുപാട് പേരെ ഞങ്ങളുടെ ക്ലിനിക്കൽ ലൈഫിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കാണുന്നതുകൊണ്ട് അറിയുന്നതാണ്. അപ്പോൾ അത് അത്ര വലിയ നിരാശയാവാനൊന്നുമില്ല. പെയിൻ കില്ലറും കുടിച്ച് ആ ഒരു ദിവസം ഫുള്ള് ലീവ് എടുത്ത് അങ്ങനെ മുടങ്ങി കിടക്കേണ്ട ഒരു രോഗമല്ല. ഇന്നത്തെ വൈദ്യശാസ്ത്ര അറിവുകൾ വെച്ചിട്ട് ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഇന്ന് ഞാൻ നിങ്ങളോട് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് മൈഗ്രെയിൻ ഉള്ള ഒരു രോഗിക്ക് മൈഗ്രെയിൻ മാറ്റി സുഖകരമായിട്ട് ജീവിക്കുക, ഇത് വരാതിരിക്കാൻ എന്താ നോക്കണ്ടേ, ഭക്ഷണത്തിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്, വീട്ടിലെന്താണ് ചെയ്യേണ്ടത്, ഫോൺ ഉപയോഗിക്കണം നമുക്കൊക്കെ ഇത് കൂടുതലാണ്, ഇതെങ്ങനെ മാറ്റാം എന്ന് ചർച്ച ചെയ്യാനാണ് ഇന്നിൻ്റെ കൂടെ നദീദ ഡോക്ടറെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൊണ്ടുവരാനൊരു കാരണമുണ്ട്. സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. അവരുടെ പ്രശ്നങ്ങൾ, മെൻസസ് സംബന്ധമായ പ്രശ്നം, ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, അതുപോലെ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിനെ കെയർ ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞ് പഠിച്ച് സ്കൂൾക്ക് കോളേജിലേക്കൊക്കെ പോകുന്ന അവസ്ഥയിലുള്ള ഒരാൾ, അല്ലെങ്കിൽ കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ ഉള്ള ഒരു വീട് നോക്കുന്ന ഒരു സ്ത്രീ, ഇവർക്കൊക്കെ കൂടുതലായിട്ട് ഒരു ലേഡി ഡോക്ടർ പറയുമ്പോൾ കുറച്ചും കൂടെ കാര്യം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ കൂടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഡോക്ടർ ആയതുകൊണ്ട്, ഞങ്ങൾ ഒരു യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് ഒരു രോഗിനെ ഞങ്ങൾ രണ്ടുപേരും പാടെയാണ് പലപ്പോഴും നോക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ രോഗിൻ്റെയും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ കാണുകയും ഒരുപാട് പേർക്ക് ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള അനുഭവത്തിൽ നിന്ന് ഇന്ന് ഡോക്ടർ നിർബന്ധമായിട്ടും വേണമെന്ന് പറഞ്ഞ് വിളിച്ചു കൊടുക്കുന്നതാണ്. കാരണം എന്താ പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കുക, ഈ പ്രശ്നങ്ങൾക്ക് അവർ കൂടെ അനുഭവിച്ചിട്ടുള്ള, അവർ കൂടെ കടന്നു പോയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ഉത്തരം തരാം. അപ്പം ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, മൈഗ്രെയിന്, കൊടിഞ്ഞി, ചെന്നിക്കുത്ത്, പിത്തക്കടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ മൈഗ്രെയിൻ തലവേദന മാറാനുള്ള കുറച്ച് പണികൾ പറഞ്ഞു തരാം. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്. എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ നദീദ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. മൈഗ്രെയിന്, ചെന്നിക്കുത്ത്, ഇതിൻ്റെ സിംറ്റംസ് ഞാൻ പറയാതെ തന്നെ വീട്ടിലൊരു മൈഗ്രെയിൻ രോഗി ഉണ്ടെങ്കിൽ അറിയാം. ഞാൻ വ്യക്തിപരമായിട്ട് ചെറുപ്പത്തിൽ ഈ രോഗം അനുഭവിച്ചതാണ്. ഹോമിയോ ചികിത്സയിലൂടെയാണ് എൻ്റേത് മാറിയത്. അതുകൊണ്ട് തന്നെ ഇത് രോഗി വരുമ്പോൾ അവനെ പ്രത്യേകമായിട്ട് പരിഗണിക്കാൻ, പലപ്പോഴും നമ്മൾ രാവിലെ കയറി വരുമ്പോൾ തന്നെ ഇവരിങ്ങനെ പല്ല് വേദന കടിച്ചമർത്തുക അറിയില്ല. ഞാൻ ആ വേദന കടിച്ചമർത്തുക എന്ന പ്രയോഗം മൈഗ്രെയിനിലാണ് കണ്ടിട്ടുള്ളത്. പല്ലിങ്ങനെ അങ്ങനെ കാട്ടിയാലേ ആ വേദന കുറയുള്ളൂ. അങ്ങനെ രോഗികൾ പലപ്പോഴും നിൽക്കുന്ന കാണാം. ടോക്കണൊക്കെ 20-30 ഒക്കെ ആയിരിക്കും. പക്ഷേ വരുമ്പോൾ തന്നെ അവരവിടെ ഒന്നെങ്കിൽ ഛർദ്ദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തല കുനിഞ്ഞ് ഒച്ച കേൾക്കാതെ കണ്ണും ചിമ്പി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും. ഞാൻ ഉടനെ അവരെ ഉള്ളിലേക്ക് കയറ്റില്ല. കാരണം നമ്മൾ അനുഭവിച്ചൊരു രോഗം, അതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവരും രോഗികൾ തന്നെയാണ്. പക്ഷേ നമ്മൾ അനുഭവിക്കുമ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകമായിട്ട് അതിനൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ രോഗത്തിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ, ഒന്ന് തലവേദന, ഒരു പോയിന്റിലായിരിക്കും തലവേദന, തട്ടി ഹാമർ കൊണ്ട് ഇങ്ങനെ കുത്തി തല്ലണ പോലെയുള്ള തലവേദനയൊക്കെ അങ്ങനെ അനുഭവിച്ചതായിരിക്കും ഉണ്ടാവുക. 3 കണ്ണിൽ ഇരുട്ടടയും. 4 വായിക്കാൻ കഴിയില്ല. 5 എന്തെങ്കിലും ഒരു കളർ വന്ന് കണ്ണിൽ മൂടും. സംഗതി ഇങ്ങനെ മൊബൈലൊക്കെ നോക്കുന്നുണ്ടാവും, പക്ഷേ ക്ലിയർ കിട്ടൂല. അവർ കുറേ സ്ക്രീനൊക്കെ തുടച്ച് നോക്കും, പക്ഷേ സ്ക്രീൻ തുടച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. പിന്നെ വരുന്നത് ഛർദ്ദിക്കാൻ വരും. ചിലർക്ക് ഛർദ്ദിക്കും, ആകെ ഛർദ്ദിക്കും. പലർക്കും ആ ഛർദ്ദി കഴിഞ്ഞാൽ മാറാറുണ്ട്, പക്ഷേ അതങ്ങോട്ട് ഛർദ്ദിച്ച് വരില്ല, വയറിനും അപ്സെറ്റായിട്ട് നിൽക്കും. പിന്നെ ഒന്നിനൊരു താല്പര്യം ഉണ്ടാവില്ല, മൂടുണ്ടാവില്ല, ഭയങ്കര ദേഷ്യക്കാരം. അത് ഉള്ളവനെ അന്ന് കണ്ടാൽ അറിയാം. എത്ര സൽസ്വഭാവിയാണെങ്കിലും ആ ദിവസം ഇവരുടെ രീതി ഇങ്ങനെ ആവില്ല. അവൻ്റെ മൂഡ് വേറെ ആയിരിക്കും. നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ കാണുന്ന ഉമ്മയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടി എടുത്തേക്ക് വരികയാണെങ്കിൽ ആ ഉമ്മ ചിലപ്പോൾ വേറെ രീതിയിൽ പെരുമാറും. പിന്നെ ഒരു ശബ്ദവും കേൾക്കാൻ പറ്റില്ല. നമ്മളെ കുട്ടികളുടെ ശബ്ദം പോലും, പ്രത്യേകിച്ച് കരച്ചിലൊക്കെ ആകുമ്പോൾ ഭയങ്കര അരോചകമായിട്ട് തോന്നും. പിന്നെ ലൈറ്റ് കാണാൻ പറ്റില്ല. ഒരാൾ നമ്മൾ കിടക്കുന്ന റൂമിലേക്ക് ആ വാതിലൊന്ന് തുറന്നാൽ അതിൻ്റെ ഒച്ച, അവർ നിലത്ത് ഇങ്ങനെ ചവിട്ടില്ലേ, ആ ഒരു ശബ്ദം പോലും പ്രയാസമാവും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ തൃശ്ശൂർ പഠിക്കുന്ന കാലത്ത് അമ്പിളിക്കല ഹോസ്റ്റലിൽ തലവേദനയായിട്ട് കിടക്കുന്ന സമയത്ത് വാർഡൻ വന്ന് നോക്കുക, അയാൾ ആ നിലത്ത് ചവിട്ടുന്നത് പോലും നമുക്കിവിടെ ഇങ്ങനെ പ്രയാസമാവുകയാണ്.
ഇത്തരത്തിൽ ഒരു ഇളക്കമോ ഒരു ലൈറ്റോ ഒരു മണമോ ഒരു വെളിച്ചമോ ഒരു അനക്കോ ഒരു ശബ്ദമോ പോലും പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള തലവേദന, ഛർദി, കണ്ണുമങ്ങൽ, ഇതാണ് സിംറ്റംസ്, ലക്ഷണങ്ങളായിട്ട് പറയാനുള്ളത്. ഇത് കൂടുതലുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനൊന്നും പോണ്ട. ഇത് വേറെയാണോ അല്ലെങ്കിൽ മൈഗ്രെയിൻ തന്നെയാണോ എന്ന് നോക്കാനൊന്നും സാധാരണ രീതിക്ക് പോണ്ട. ഈ ലക്ഷണങ്ങളിൽ നിന്ന് തന്നെ ഇത് കൃത്യമായിട്ട് കിട്ടും. പിന്നെ ഇതിനെ വ്യക്തമായിട്ട് ഇത് ഉറപ്പിക്കുന്ന വേറൊരു സംഗതി ഉണ്ട്. മറ്റ് രോഗങ്ങൾ പോലെയല്ല. അപ്പോൾ നമുക്കൊരു വയറിളക്കം ഉണ്ടെങ്കിൽ അത് വരുന്നതിൻ്റെ മുമ്പ് അറിയൊന്നുമില്ല. വയറിളക്കം പോയി, പെട്ടെന്ന് ടോയ്ലറ്റ് പോയി, അപ്പോൾ വയറിളകുന്നുണ്ട്, വീണ്ടും പോയി, അപ്പോഴാണ് നമുക്കിതറിയാം. മൈഗ്രെയിൻ ഇത് വരുന്നതിൻ്റെ മുമ്പ് തന്നെ അറിയാം. ഓറാന്നാ പറയാം. ഇന്നെന്തോ ഒരു പ്രശ്നമുണ്ട്, ഇന്ന് പണിപ്പാളും, അങ്ങനെ ഇന്ന് സ്കൂളിൽ പോകാൻ കഴിയില്ല എന്നുള്ള രൂപത്തിൽ നമ്മളുടെ കണ്ണിലും ഒരു തരം മന്ദപ്പും ഒരു തരം കാര്യങ്ങൾ പഠിച്ച് ഓർമ്മിട്ടാതൊക്കെ ഉള്ളൊരു ഫീല് വരും. അത് ഈ രോഗത്തിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ മുമ്പൊക്കെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. എൻ്റെ ഒരു അധ്യാപകൻ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ക്ലാസ്സിൽ ഇവിടെ ഒരു മടിയൻ കുട്ടിയുണ്ട്, ഓനൊന്ന് രാവിലെ തന്നെ അഡ്വാൻസ് ആയിട്ട് പറയും എനിക്കിങ്ങനെ മൈഗ്രെയിന് വരും. അത് ശരിയാണോ? എക്സാക്ട്ലി അധ്യാപകരോ രക്ഷിതാക്കളോ ഉണ്ടെങ്കിൽ ഇതൊന്ന് കാണുക, അത് ശരിയാണ് കേട്ടോ. കാരണം അങ്ങനെ ഒരാൾ പറഞ്ഞിരിക്കണമെങ്കിൽ മൈഗ്രെയിൻ്റെ കേസാണെങ്കിൽ അത് ശരിയായിരിക്കും. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇങ്ങനെ ശരിയാണെന്ന് ക്ലാസ്സിലൊന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും മുൻകൂർ ജാമ്യം എടുക്കാനുള്ള സാധനമായിട്ട് കൊടുക്കണ്ട. പക്ഷെ ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ജോലിക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മരുമക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പഠിക്കാൻ വന്നിട്ടുള്ള ട്യൂഷൻ്റെ കുട്ടികളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് പരിഗണിക്കുക. ഈ രോഗമാണെന്ന് പറയുകയാണെങ്കിൽ പുറത്തൊക്കെ കാഴ്ചയിൽ ഒരു കുറവും ഉണ്ടാവില്ല. ഈ രോഗത്തിൻ്റെ പ്രശ്നം അതാ. അപ്പോൾ നമുക്കേ കാലൊടിഞ്ഞു എന്ന് കരുതുക. ഒരു ബസ് കയറി എല്ലാവരും കാലൊടിഞ്ഞ ആളല്ലേ ഇരുന്നോ എന്ന് പറയും. അല്ലെങ്കിൽ കാലൊടിഞ്ഞാൽ ഈയടാ ഈ ആ ജോലിയൊന്നും ചെയ്യേണ്ട, ഇവിടെ ഇരുന്നോ എന്ന് പറയും. പള്ളിക്കൽ പോവുകയാണെങ്കിൽ ഒരാളൊരു കസേര ഇട്ട് തരും. പക്ഷെ മൈഗ്രെയിൻ ഉള്ളവർ പുറത്ത് കാണാൻ ഒരു പ്രശ്നമല്ല, ഒരു കുഴപ്പമില്ല, പക്ഷേ ഒരു പരിഗണനയും കിട്ടില്ല. അപ്പോൾ ഈ രോഗത്തെ അതിൻ്റെ സിംറ്റംസ് ഇത്രയും വിശദമായിട്ട് പറയുന്നത് ഞാനത് അനുഭവിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. സ്ത്രീകൾക്കാണ് ഇത് കൂടുതൽ വരുന്നത്. പൊതുവേ പറയൽ എന്താണ് പറഞ്ഞാൽ ബുദ്ധി കൂടുതൽ ഉപയോഗിക്കുന്നവർക്കാണ് ഇത് വരലെന്നാണ്. ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ സുഹൃത്തുക്കളെന്നും പറയും മല്ലു തലവേദനയാണ്, നിങ്ങൾക്ക് അത് വരുള്ളൂ. ഞങ്ങൾ തിരിച്ചും പറയും നിങ്ങളുടെ തലച്ചോറില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് വരലില്ല എന്ന് തമാശയാക്കിയിട്ട് പറയലുണ്ട്. പൊതുവേ ബുദ്ധി ഉപയോഗിക്കണ മലയാളികൾക്ക് ഇത് കൂടുതലാണ് എന്നുള്ളത് ഒരു ചൊല്ലുണ്ട്. എന്താണെങ്കിലും അതൊക്കെ അങ്ങനെ തന്നെ പോട്ടെ. ഞാനിത് അനുഭവിക്കുന്ന വേറൊരു വിഭാഗം സ്ത്രീകളാണ്. പലപ്പോഴും വീട്ടിൽ കല്യാണം കഴിഞ്ഞ കുട്ടികൾ വേറെ സാഹചര്യത്തേക്ക് വരുമ്പോൾ അങ്ങനെ തലവേദന അനുഭവിക്കുന്നവരുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നദീദ ഡോക്ടറെ കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾ ഈ കേസിൽ കൂടുതലായിട്ട് ആ കാര്യങ്ങൾ അവരോട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. അപ്പം നദീദ ഡോക്ടറെ നമുക്ക് ഇന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കല്ലേ? തീർച്ചയായും. സ്ത്രീകളിലാണ് പൊതുവായിട്ട് മൈഗ്രെയിൻ കൂടുതലായിട്ട് കാണുന്നത്. സ്ത്രീകൾക്ക് സ്ട്രെസ്സ്, ടെൻഷന്, അതുപോലെ തന്നെ ഉറക്കക്കുറവൊക്കെ ഉണ്ടാവും. നമ്മുടെ മക്കളെ ഒരുക്കി സ്കൂളിൽ പറഞ്ഞയക്കണം, വീട്ടിലെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതുപോലെ പലതരം ടെൻഷനുകൾ സ്ത്രീകൾക്ക് കൂടുതലാണ്. സ്ട്രെസ്സും ടെൻഷനുമാണ് ഈ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. പിന്നെ ഹോർമോൺ ഇംബാലൻസ് സ്ത്രീകളിൽ പൊതുവായിട്ട് കാണാറുണ്ട്. ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ഇതിൻ്റെയൊക്കെ അളവ് പീരിയഡ്സിൻ്റെ ഒക്കെ ടൈമുകളിൽ കൂടിയും കുറഞ്ഞൊക്കെ വരും. ഇതൊക്കെ നമുക്ക് മൈഗ്രെയിന് കാരണമാവാറുണ്ട്. അത് മാത്രമല്ല അതിലുള്ളത്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ വീട്ടിൽ സാധാരണ ഇതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. അമിതമായിട്ട് സ്ട്രെസ് ഉണ്ടാവുക, ടെൻഷൻ കൂടുക, അതല്ലെങ്കിൽ നമുക്ക് ഉറക്കം കുറയുക. ഒബ്വിയസ്ലി ഉറക്കം കൂടുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ജോലിഭാരം കൂടുക, പഠനഭാരം കൂടുക, ബേജാറ് കൂടുക, അമിതമായിട്ട് രുചിയോ മണമോ പൊടിയോ അങ്ങനെയൊക്കെ എക്സ്പോഷർ ഉണ്ടാവുക. നമ്മുടെ ബോഡിക്ക് പൊടി തട്ടാനും ഭക്ഷണം കഴിക്കാനും ദാഹം സഹിക്കാനും അതേപോലെ തന്നെ ഉറങ്ങാനും ഒക്കെ ഒരു പരിധി ഉണ്ട്. അതിൻ്റെ അപ്പുറം ബോഡിയെ പീഡിപ്പിക്കുമ്പോൾ ഉറങ്ങാതെ, വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, റിലാക്സ് ആവാതെ, ടെൻഷനായി ഇങ്ങനെ വരുമ്പോൾ ആ ബാലൻസ് തെറ്റും. അപ്പം ഉണ്ടാവുന്നതാണ് മൈഗ്രെയിൻ എന്ന് ഒറ്റ വാക്കിൽ മനസ്സിലാക്കുക. നമ്മളെ സ്ത്രീകൾക്ക് തന്നെയല്ലേ ഇത് ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യത. കാരണം അവർക്ക് അവരെ ബോഡി നോക്കണം, പലപ്പോഴും അവരത് നോക്കലില്ല. രണ്ടാമത്തെ അവരെ വീട് നോക്കണം, ഭർത്താവ് നോക്കണം, ഭർത്താവിൻ്റെ വീട്ടുകാരെ നോക്കണം എന്നൊരു സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കാണ് കൂടുതൽ ഇത് വരുന്നത്. മാത്രമല്ല ഈ ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള പോലെ തന്നെയുള്ള ഒരു സംഗതി ഉണ്ട്. പലപ്പോഴും അവർക്ക് അവരെ കെയർ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരു ആണിനെ സംബന്ധിച്ച് ലീവാണെങ്കിൽ റെസ്റ്റ് എടുക്കാം. പിന്നെ ഒരു ആണിനെ സംബന്ധിച്ച് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ ബന്ദ്, ഹർത്താൽ, ആഘോഷം, പെരുന്നാൾ, ക്രിസ്മസ് ഇതൊക്കെ എന്താണ് ഒഴിവാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഈ ദിവസങ്ങളൊക്കെ ഞായറാഴ്ച വന്നാലും ബന്ദ് വന്നാലും ഹർത്താൽ വന്നാലും ഒഴിവില്ല എന്ന് മാത്രമല്ല പണി കൂടുക ചെയ്യുക. അപ്പോൾ ഈ സ്ട്രെസ്സ്, ഈ വർക്ക് ബാലൻസ് വരുന്നതൊക്കെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടും കൂടെ നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് സ്ത്രീകൾക്ക് വിശിഷ്യ പീരിയഡ് ടൈമിലും മറ്റൊക്കെ വരുന്നത്. ഇനി
ഇതിൻ്റെ കാരണങ്ങൾ പാരമ്പര്യമായിട്ടൊരു ഘടകമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡിയുടെ ബാലൻസ് തെറ്റുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കണ്ടിട്ടുള്ള നല്ലൊരു ശതമാനം ടെൻഷനാണ്. വേറൊന്ന് ഞാൻ കണ്ടിട്ടുള്ളത് ഭക്ഷണത്തിലെ ബാലൻസ് തെറ്റുന്നതാണ്. ഇപ്പോൾ ഈ ഒരു 5 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്നത് ഫോണിൻ്റെ ഉപയോഗം, അമിതമായി ഫോൺ ഉപയോഗം. രാത്രി ഉപയോഗിക്കും, പുതപ്പിൻ്റെ അടിയിൽ ഉപയോഗിക്കും, പ്രോപ്പർ അല്ലാതെ ഫോൺ ഉപയോഗിക്കും, ഇങ്ങനെ ഉണ്ടാവും. പിന്നെ വയറുമായി ബന്ധപ്പെട്ട് പഴയ ആളുകൾ പിത്തക്കടി എന്ന് പറഞ്ഞിരുന്ന ഇതിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിത്തവുമായി ബന്ധപ്പെട്ട തലവേദനയാണെന്നൊക്കെ പഴയ ആളുകൾ പറഞ്ഞിരുന്നു. ഒബ്വിയസ്ലി ദഹനം ശരിയാവാത്തത്, അതുപോലെ തന്നെ ഗ്യാസ് വരുന്നത്, വോമിറ്റിംഗ് വരുന്നതൊക്കെ ഈ തലവേദനയിലാണ് ഉണ്ടാവാറുള്ളത്. നമുക്കിതിനെ കൃത്യമായിട്ട് ആളുകൾ പലരും പറയലുണ്ട്, ഡോക്ടറെ ഒരു MRI നമുക്ക് എടുക്കുക, ഇത് ക്യാൻസർ ആണോ എന്ന് നോക്കുക. കാരണം ഈ 2 സാധനത്തിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഫിഷർ പറഞ്ഞ രോഗത്തിലെ ആളുകൾ ഇത് ക്യാൻസർ ആണോ ചോദിക്കലുണ്ട്, അങ്ങനത്തെ വേദന ആയിരിക്കും. അതേപോലെ തന്നെ വേറെ ഒന്നുള്ളതാണ് മൈഗ്രെയിൻ. അതിലും ഇതേപോലെ തന്നെ ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ ഒന്ന് സ്കാൻ ചെയ്യുക എന്നുള്ളത്. കാരണം അത്രയും തീവ്രമായിരിക്കും. ചിലപ്പോൾ ചില കേസിൽ ഇപ്പോൾ നമ്മുടെ പ്രോസ്റ്റേറ്റിൻ്റെ ഒക്കെ പല കേസിലും രോഗിനോട് പ്രോസ്റ്റേറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ വേണ്ട വയസ്സായതാണെന്ന് പറയും. ചിലപ്പോൾ അത് നോക്കുമ്പോൾ ക്യാൻസറായിട്ട് കാണാറുണ്ട്. എന്നാൽ നേരെ തിരിച്ചാൽ മൈഗ്രെയിൻ്റെ പലരും ഇത് ഡോക്ടറെ ട്യൂമറാണ് എൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടാണ് വരിക. പക്ഷേ അത്ര വേദനയായിരിക്കും മൈഗ്രെയിനും ഫിഷറിനും കാണാറുള്ളത്. അപ്പോൾ ഇതിന് സാധാരണ രീതിക്ക് CT MRI ഒക്കെ എടുക്കുക. പക്ഷേ സിംറ്റംസിൽ നിന്ന് തന്നെ, ലക്ഷണങ്ങളിൽ നിന്ന് തന്നെ ഇതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഡോക്ടറെ അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയിട്ട്, നമ്മളെ വൈറസ് സംബന്ധമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് മൈഗ്രെയിൻ്റെ ട്രിഗറിങ് ഫാക്ടറായിട്ട് വരാറുണ്ട്. അതായത് ഇപ്പോൾ ഗ്യാസ്, നെഞ്ഞെരിച്ചില് അല്ലെങ്കിൽ മലബന്ധമൊക്കെ ഉള്ളവർക്ക് മൈഗ്രെയിന് ചാൻസ് കൂടുതലാണ്. അതായത് ഈ H. പൈലോറി എന്നുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്, അതിന്റെ അളവ് നമ്മളെ വയറിൽ കൂടും ഈ ഗ്യാസും നെഞ്ഞെരിച്ചിലും. അല്ലെങ്കിൽ അതിനൊക്കെ കാരണം ഈ ഒരു H. പൈലോറിയാണ്. അപ്പോൾ അവർക്ക് പൊതുവെ മൈഗ്രെയിന് വരാറുണ്ട്, ഈ H. പൈലോറി കൂടുതലുള്ളവർക്ക്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും മീൽസ് ഒക്കെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മൈഗ്രെയിൻ വരും എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാം, പേഷ്യൻ്റ് വന്ന് പറയും, ഞാനൊരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി അപ്പോൾ എനിക്ക് മൈഗ്രെയിൻ വന്നു എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം H. പൈലോറിയുടെ അളവ് നമ്മളെ വയറിൽ ക്രമാതീതമായിട്ട് അധികമായതാണ്, കൂടിയതാണ്. തീർച്ചയായും. കാരണം എന്താ അറിയോ, നമ്മളുടെ സ്ത്രീകൾ വേറൊന്നുമില്ല അല്ലേ, ലേഡീസ് തന്നെയല്ലേ കൂടുതൽ പറയാൻ. അവരിത് മെയിൻ ഇതാക്കിയിട്ട് നിങ്ങൾ ഇത് കേൾക്കുന്ന ലേഡീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് നോക്കുക, നിങ്ങൾ ഇന്ന് എത്ര മണിക്കാണ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചത്? ജസ്റ്റ് ഒന്ന് നോക്കൂ. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വീട്ടിൽ ഞാനിന്ന് 1 മണിക്ക് ഭക്ഷണം കഴിച്ചു. പക്ഷേ എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്ന ഭാര്യ എനിക്ക് ഭക്ഷണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിട്ടു. ഞാനത് സമയത്ത് കഴിച്ചു. പക്ഷേ ഇത് ഉണ്ടാക്കിയ ഭാര്യയ്ക്ക് ഞാൻ പോന്നിട്ടാണ് അവർ കുട്ടീനെ ഉറക്കുന്നതും ബാക്കി അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതും ഡ്രസ്സ് അലക്കുന്നതും ഒക്കെ. ഞാൻ 2:30 വിളിച്ചപ്പോഴും അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇത് എൻ്റെ വീട്ടിലത്തെ മാത്രം അവസ്ഥയല്ല, പൊതുവെയുള്ള സാമൂഹ്യ വ്യവസ്ഥ അങ്ങനെ ആകുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ ആദ്യം രോഗം വരാതെ മാറണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങണം. ഈ സമയത്ത് ഭക്ഷണം കഴിക്കുക, ആ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, വയറ് വെറുതെ ഇടാതിരിക്കുക. ഗ്യാസ് ഉണ്ടാവുന്ന ഭക്ഷണങ്ങൾക്ക് ഇപ്പോൾ രാത്രിയൊക്കെ നമുക്കൊക്കെ ശരിക്കും അറിയാം, രാത്രി ഒരു 8 മണി കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ അവിടെ കിട്ടുന്നത് ഒരു ചപ്പാത്തിയോ വെജ് കുറുമ ഉണ്ടാവില്ല. ആകെ കിട്ടുന്നത് മന്തി, അൽഫാം, മൽഹൂത്ത്, കുഴിമന്തി, ബ്രോസ്റ്റ്, 65 ഇത്തരം സാധനങ്ങൾ കിട്ടാൻ പോലും ഉള്ളൂ. അതെന്താ, പീഡിയക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് മാത്രമേ ആളുകൾക്ക് വേണ്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആയി മാറുകയാണ്. അപ്പോൾ ഭക്ഷണം സ്കിപ്പ് ചെയ്യാതെ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത്തരം രോഗങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. എനിക്ക് സ്ത്രീകളോടാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് തന്നെ നിങ്ങൾ ഈ ഒരു മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയും. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് പകുതി വേവിച്ച ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അത് ഗ്യാസ് ഫോം ചെയ്യാനും ഗ്യാസും നെഞ്ചരിച്ചിലും അതുവഴി മൈഗ്രെയിൻ ഉണ്ടാവാനും കാരണമാവും. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, പകുതി വേവിച്ച ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക. പിന്നെ നട്ട്സ്, പയറ് വർഗ്ഗങ്ങൾ, അതുപോലെയുള്ള ഭക്ഷണം, ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ മൈഗ്രെയിന് കാരണം ഒരു മാഗ്നീഷ്യത്തിന് കുറവ് മൈഗ്രെയിന് കാരണമാവാറുണ്ട്. അപ്പോൾ മാഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, കുമ്പള വിത്ത് അല്ലെങ്കിൽ മത്തൻ്റെ വിത്ത്, ബ്രോക്കോളി, പീനട്ട് ബട്ടർ, സ്പിനാഷ് ഒക്കെ നമുക്ക് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അതേപോലെ തന്നെ നമ്മളുടെ വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മൈഗ്രെയിനുമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേന് നല്ലതാണ്, ഇഞ്ചി നല്ലതാണ്, മഞ്ഞൾ നല്ലതാണ്, ഇത്തരം വെള്ളുള്ളി നല്ലതാണ്, ആപ്പിൾ നല്ലതാണ്, പഴങ്ങൾ നല്ലതാണ്. ഇത്തരം സാധനങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൃത്രിമ ഭക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൽഫാം, മന്തി, മൽഹൂത്ത് ഇത്തരം സാധനങ്ങളും അസമയത്ത് ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാക്കിയാൽ
നമ്മളെ വീട്ടിൻ്റെ അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് രോഗത്തെ പ്രതിരോധിച്ച് തുടങ്ങാൻ കഴിയും. അതുപോലെ ഡോക്ടറെ, നമുക്ക് തൈര് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ചെറുതായിട്ട് പുളിയുള്ള തൈര് ഉപയോഗിക്കാം, അത് പ്രോബയോട്ടിക് ആണ്. അതുപോലെ പഴങ്കഞ്ഞി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, ഇപ്പൊ നമുക്ക് ആർക്കും ആവശ്യമില്ലാത്തതാണ്, പക്ഷെ അത് നല്ലൊരു പ്രോബയോട്ടിക്കാണ്. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിലെ നല്ല ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് പ്രോബയോട്ടിക് കാരണമാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ H. പൈലോറിയുടെ അളവ് കുറയും, നല്ല ബാക്ടീരിയ വളരും, മൈഗ്രെയിനിലെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് തീർച്ചയായും, അതായത് ഇതിനാണ് ഞാൻ ഡോക്ടറെ കൂട്ടിയിട്ടുള്ളത്. നദീത ഡോക്ടറും ഞങ്ങളും ഒന്നിച്ചിരുന്നാണ് ഓരോ പേഷ്യൻറ്റിനെയും നോക്കുക. പക്ഷേ പലപ്പോഴും പേഷ്യൻ്റ് അവിടുന്ന് ഡോക്ടറെ കണ്ടിട്ട് ഡീറ്റെയിൽ എല്ലാം നോക്കി BP എല്ലാം നോക്കിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് എത്തുക. പലപ്പോഴും എന്താ ഉണ്ടാവില്ല അറിയോ, അതെല്ലാം കഴിയുമ്പോഴേക്ക് തന്നെ വീട്ടമ്മമാർ ഹാപ്പി ആവലുണ്ട്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വീട്ടിലിരുന്നിട്ട് വലിയ വലിയ ഇംഗ്ലീഷ് ബുക്കുകളിലുള്ള വലിയ വലിയ സാധനങ്ങൾ, ക്രാൻബെറി, റോസ്ബെറി, സ്ട്രോബെറി, മറ്റേത് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനം പറയണില്ലേറെ ഇതേപോലെ പഴങ്കഞ്ഞിയും കുമ്പളവിത്തും തൈരും മോരും ഒക്കെ പറയുമ്പോഴാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിജയിക്കുന്നത്. കാരണം എന്താ പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന സാധനം കൊണ്ട് നിങ്ങളുടെ രോഗം മാറണം, രോഗം തടയണം, രോഗം വരാതിരിക്കണം. അപ്പോൾ ഡോക്ടറുടെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചോളൂ. പൊതുവെ എന്നെ സംബന്ധിച്ച് ഫോൺ എടുക്കാൻ വല്ലാതെ കഴിയില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ കുറേ പേഷ്യൻ്റ് ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും മറുപടി തരാൻ കഴിയില്ല. അപ്പോൾ ഡോക്ടർക്ക് അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനും കഴിയും. ഇനി ഇതേപോലെ നമ്മൾ ഒഴിവാക്കേണ്ട സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ മദ്യം, ലഹരികൾ ഒഴിവാക്കുക, ഫോണിൻ്റെ അമിത ഉപയോഗം ഒഴിവാക്കുക, പിന്നെ കോഫി, ചോക്ലേറ്റ്, അതിൻ്റെ അഡിക്ഷൻ എവിടെയൊക്കെ ആരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ചോക്ലേറ്റും അതുപോലെ തന്നെ കോഫിയൊക്കെ നല്ലതാണ്, എവിടെ ഇല്ല കേട്ടോ, അത് നല്ലതൊന്നല്ല, കേടാണ്, വൈന് കേടാണ്. അതുപോലെ തന്നെ നമ്മൾ വിനാഗിരി, അച്ചാറ്, നാരങ്ങ ഇതൊക്കെ അമിതമായിട്ട് എടുക്കുന്നത് ബോഡിയുടെ pH ബാലൻസ് തെറ്റി അസിഡിറ്റി കൂട്ടി ഗ്യാസ് ഉണ്ടാക്കി ഇതിനെ ട്രിഗർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതാ ഫോണ്, അടുത്തത് ഫോണാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്നെ കാണുന്നവർ വെറുതെ ഒന്ന് ഫോൺ പോസ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ എങ്ങനെ ഫോൺ പിടിക്കണമെന്ന് നോക്കൂ. 90% ആളുകൾ കിടന്നാവും ഫോൺ ഉപയോഗിക്കുക. രണ്ടാമത്തത് ഇങ്ങനെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. നിങ്ങളിങ്ങനെ ഈ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി നിങ്ങളുടെ തലയൊന്ന് നോക്കൂ. നിങ്ങൾ ഈ ഫോണിലേക്ക് ഇങ്ങനെ ആസ്വദിച്ച് കാണുമ്പോൾ ഇവിടെയുള്ള മസിലിന് വരുന്ന സ്ട്രെയിന് നിങ്ങൾ അറിയില്ല, പക്ഷേ അത് നിങ്ങളുടെ കണ്ണിനും തലക്കും മസിലിനും കഴുത്തിനും ഒക്കെ കേടാ. അപ്പോൾ നിങ്ങൾ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് നോക്കിക്കോളൂ. പിന്നെ ഫോൺ ഉപയോഗിക്കുമ്പോൾ പലരും എന്തായി അറിയാം, ഭാര്യയും കുട്ടികളൊക്കെ കിടന്നിട്ട് പുതപ്പിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ വീട്ടുകാരും കാണാതെ പുതപ്പിൻ്റെ ഉള്ളിലോ ബെഡ്റൂമിലോ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന റൂമിൽ ഇഷ്ടം പോലെ വെളിച്ചമുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാക്സിമത്തിലും അല്ല മിനിമത്തിലും അല്ല മിഡിൽ റേഞ്ചിൽ ഫോണിൽ ലൈറ്റ് വെച്ചിട്ട് വേണം നോക്കാൻ. ഫോൺ നോക്കി ഇടയ്ക്ക് കണ്ണൊന്ന് തുറന്ന് മസിലുകളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കഴുത്തൊക്കെ ഒന്ന് തിരിച്ച് എല്ലാ ഭാഗത്തേക്കും നോക്കി ചുറ്റുപാട്ടുള്ള കാഴ്ചയൊക്കെ കണ്ടിട്ട് വേണം ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ. അതല്ലാതെ ഭൂമി കുലുങ്ങിയാലും അറിയാതെ ഫോൺ ഇവിടെ പിടിച്ചിട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. 2, ഫോണ് രാത്രി ഉപയോഗം ഒഴിവാക്കുക. ഇനി ഉറക്കത്തെയും ഫോൺ നശിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നല്ലേ, നമ്മൾ കിടക്കും, പ്രത്യേകിച്ച് എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോടാണ് പറയാനുള്ളത്. നിങ്ങൾ അവിടെ ഒരു 11 മണിക്ക് ജോലി കഴിഞ്ഞ് ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് വീട്ടിൽ റൂമിൽ 12 മണിക്ക് എത്തി അലക്കി ഭക്ഷണം പാകം ചെയ്ത് 1 മണിക്ക് കിടക്കും. ഇങ്ങനെ ഒന്ന് ഉറക്കം വരും, ഒരു 1.5 മണിക്കായിരിക്കും. രാവിലെ നീച്ച് ഡ്യൂട്ടിക്ക് ഓടേണ്ടി വരും. ഈ 1.5 മണി പറഞ്ഞാൽ നാട്ടിൽ ഏതാണ്ട് 2-4 മണിയായിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, രാവിലെ മോൻ്റെ വിവരം അറിയാൻ വേണ്ടിയിട്ടൊന്ന് വിളിക്കും. ഓക്കെ, നല്ലത്, നമ്മളെ ഉമ്മയും വാപ്പയാണ്. പക്ഷെ അല്ലാത്തവരും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വെറുതെ ഫോണ് വിളിക്കും. അല്ലെങ്കിൽ നാട്ടിലൊരു 6 മണിയാകുമ്പോൾ അവർ ഫ്രീ ആകുമ്പോൾ ഇവിടുത്തെ 4 മണിയായിരിക്കും, നിങ്ങളുടെ ഡീപ്പ് സ്ലീപ്പിൻ്റെ നേരമായിരിക്കും. അവർ വെറുതെ വാട്സപ്പിൽ ഗ്രൂപ്പ് കോൾ ചെയ്യായിരിക്കും. ആർക്കാ നഷ്ടം, നിങ്ങളെ ഉറക്കാൻ പോവുക. അപ്പോൾ അങ്ങനെ ഉണ്ട സമയത്ത് ഫോൺ ഫോർവേഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഫോൺ വേറെ ആളുടെ കയ്യിൽ കൊടുക്കുക. അതല്ലെങ്കിൽ ഫോൺ കൃത്യമായിട്ട് ഉറക്കത്തെ ബാധിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഈ രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇനി രോഗം വന്നവനെ പരിചരിക്കേണ്ട കുറച്ച് കാര്യം കൂടെ ഇതൊരു രോഗി അനുഭവിച്ച ഒരാൾ എന്നുള്ള നിലക്ക് പറഞ്ഞുതരാം. ഒന്ന് ആ രോഗിക്ക് സ്വസ്ഥത കൊടുക്കുക, അവൻ്റെ ജോലികളൊക്കെ ഒന്ന് മാറ്റി ചെയ്ത് കൊടുക്കുക, അവൻ്റെ ഫോണൊന്ന് വാങ്ങി വെക്കുക, അവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ഊരി റിലാക്സ് ചെയ്ത് കാറ്റും വെളിച്ചവും ഇല്ലാത്തടത്ത് കിടത്തുക. നന്നായിട്ട് ടൈറ്റ് ബാൻഡേജ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഐസ് വെച്ച് കൊടുക്കുന്നത് പലർക്കും ആശ്വാസം കിട്ടും. ആവി പിടിപ്പിക്കുന്നത് നല്ലതാണ്. അതിൽ തുളസിയുടെ നീരിട്ട് കഴിഞ്ഞാൽ കഫത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും ഇളകി കിട്ടിയിട്ട് ആശ്വാസം കിട്ടും. പിന്നെ ഫോണിലേക്ക് അന്നേ ദിവസം നോക്കാതിരിക്കുക. അവന് മറ്റ് ടെൻഷനുകളൊക്കെ അന്ന് തലവേദനകളൊക്കെ ഒഴിവാക്കി കൊടുക്കുക. അതല്ലാതെ ഇന്ന് ജോലിക്ക് വന്നില്ലല്ലേ, ഇന്നും സ്കൂളിൽ പോയില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ സ്ട്രെയിൻ കൊടുത്തിട്ട് അവനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. പെട്ടെന്ന് ദഹിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ പഴങ്കഞ്ഞി പോലെയുള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ലഘുവായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഭക്ഷണമായിട്ട് കൊടുക്കുക. ഹെവി കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, അങ്ങനത്തെ ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക. നല്ലോണം വെള്ളം കൊടുക്കുക.
ആവശ്യത്തിന് ഉറങ്ങിക്കോട്ടെ, അവനെ ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത റൂമിലാക്കിയിട്ട്, അനക്കവും ചലനവും ഒന്നും ഇല്ലാത്ത റൂമിലാക്കിയിട്ട്, കാറ്റും വെളിച്ചമുള്ള റൂമിലാക്കിയിട്ട് ഉറങ്ങാൻ സമ്മതിക്കുക. ഉറക്കത്തിൻ്റെ ഇടയിൽ വിളിച്ചിട്ട് ഞാൻ ഇവൻ മരുന്ന് പോലും കൊടുക്കരുതെന്നാണ് പറയാം, നന്നായിട്ട് ഉറങ്ങിക്കോട്ടെ. അപ്പം തന്നെ കുറച്ച് ഉറങ്ങി എണീറ്റാൽ കുറേ ഛർദ്ദിച്ച് പോയി കഴിഞ്ഞാൽ അത് ശരിയായി വരും. ഇത്തരത്തിലാണ് ഈ രോഗമുള്ളത്. ഇനി ഇത്രയൊക്കെ പറയുമ്പോൾ ഒരു രോഗി മൈഗ്രെയിൻ ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പറയും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്നതല്ലേ. ഒബ്വിയസ്ലി ഇത് വീട്ടിൽ നിന്ന് മാറ്റാനുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഗതി പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലെ കറുകപ്പട്ട എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഇല്ലേ, അത് പൊടിക്കുക. എന്നിട്ട് നിങ്ങളുടെ നെറുകയിൽ അത് രാവിലെ പുരട്ടിയിടുക. ഒരു 14 ദിവസം അതൊന്ന് ചെയ്ത് നോക്കൂ. നെറ്റിയിലാവാം, നെറുകയിലാവാം, 2 ഭാഗത്തും ആവാം. അവിടെ അതൊന്ന് പുരട്ടിയിടൂ. മാറ്റങ്ങൾ ഒരുപാട് കാണാറുണ്ട്. ഇതേപോലെ തന്നെ കൂവാങ്കുരുന്നലിൻ്റെ ഇല ഇതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് ചെയ്യുക, അരച്ചിട്ട് നെറ്റിയിൽ ഇടുക. ഇതും ഏർലി മോർണിംഗാണ് ഏറ്റവും നല്ലത്. ഇത്തരം സംഗതികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭക്ഷണത്തിലൂടെയും നിങ്ങൾ വീട്ടിലിരുന്നൊരു ഹോം റെമഡി എന്നുള്ള നിലക്കൊക്കെ ഇത് മാറ്റിയെടുക്കാൻ കഴിയും. ഇനി ഇതൊക്കെ ചെയ്തിട്ട് കുറവില്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കണ്ട, കാലാകാലം ഈ പറഞ്ഞിട്ടുള്ള പെയിൻ കില്ലർ എടുക്കണ്ട. അതല്ലെങ്കിൽ ഇത് മാറൂല എന്ന് കരുതിയിട്ട് നമ്മളുടെ ജോലി ഒഴിവാക്കി, പ്രവാസം ഒഴിവാക്കി, പഠനം ഒഴിവാക്കി, കുട്ടികളെ മക്കളെ ഒഴിവാക്കിയിട്ട് പോരൊന്നും വേണ്ട. ഇത് മാറ്റിയെടുക്കാനുള്ള സംഗതിയാണ്. ഞങ്ങളതിനെന്താ ചെയ്യാറുണ്ട്, രോഗിനെ കൃത്യമായിട്ട് അങ്ങ് പഠിക്കും. എന്താണ് രോഗിൻ്റെ പ്രശ്നം, എന്താണ് രോഗിക്കുള്ളത്, എന്തുകൊണ്ടാണ് ഇത് വന്നത്, എന്താണ് അവൻ്റെ ഏട്ടനും അനിയനും വരാതെ ഇവന് മാത്രം ഈ പാരമ്പര്യം കിട്ടിയെന്ന കാരണത്തെ കണ്ടെത്തും. ഇതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് അതിൻ്റെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് രോഗനിർണയം നടത്തും. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രത്യേകത എന്താ അറിയോ, നമ്മളൊക്കെ ഡോക്ടറാവാൻ പഠിക്കുന്നത് ഒരുപാട് ബുക്കിലൂടെ, ഒരുപാട് വെബ്സൈറ്റിലൂടെ, ഇതിലൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. ഈ തലച്ചോറിൽ അത് കുറച്ചേ കയറുള്ളൂ. ആ ഇൻഫർമേഷൻ മുഴുവൻ കമ്പ്യൂട്ടറിലുണ്ട്. നമ്മൾ ഓരോ രോഗിയുടെ സിംറ്റംസ് പറഞ്ഞു കൊടുക്കുന്നു. തലവേദനയാണ്, 4 ദിവസമായി തുടങ്ങിയിട്ട്, ഛർദിയുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിനെ കാണിച്ചു തരും, ഇത് വല്ല ആക്സിഡൻറ്റും ആയതാണോ, അല്ല മരുന്ന് വല്ലതും മാറി കുടിച്ചതാണോ, അതല്ല ലഹരികൾ എന്തെങ്കിലും ഉപയോഗിച്ചതാണോ, അത് ഉറക്കമൊഴിച്ചതാണോ, ടെൻഷനാണോ. നമ്മൾ അതിനനുസരിച്ച് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതുവരെയുള്ള ഡാറ്റൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, എന്താവാം, എത്ര വരെ ഇത് മാറാൻ സാധ്യതയുണ്ട്, എത്ര വരെ മരുന്നിൽ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇതുവരെ കിട്ടുന്ന തരത്തിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉണ്ട്. അത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടെയും ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മളിത് ട്രീറ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാതെ, ഒരു തരത്തിലുള്ള വേദനാ സംഹാരികളും ഇല്ലാതെ, കാലാകാലം മരുന്ന് കുടിക്കാതെ തന്നെ ഇതിന് ആശ്വാസം കൊടുക്കാൻ കഴിയും. ഇതിനാദ്യം വേണ്ടത് നമ്മുടെ ജീവിതശൈലിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള മാറ്റവും, ഞാൻ പറഞ്ഞിട്ടുള്ള ഹോം റെമഡികളും, ഞാൻ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളും. എന്നാൽ തന്നെ ഒട്ടുമിക്ക കേസും മാറും. അല്ല ഇല്ല എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഞങ്ങൾ കുറേ ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഞാൻ ഡോക്ടറുടെ നമ്പർ തരുന്നുണ്ട്. ഞാനും ഡോക്ടറും നോക്കിയതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഡോക്ടറുടെ നമ്പർ തരുന്നുണ്ട്. ഡോക്ടർ ഓൺലൈനിൽ ഫുള്ള് നിങ്ങളെ പരിശോധിച്ച് നേരിട്ട് വരേണ്ടവർക്ക് ഡോക്ടർ വിളിച്ചിട്ട് വരാം. അതല്ല ഓൺലൈനിലാണ് പരിശോധന വേണ്ടതെന്നുണ്ടെങ്കിൽ ഡോക്ടർ നോക്കി, ഞാൻ ഫയൽ നോക്കണമെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് മരുന്ന് കിട്ടാനുള്ള സംവിധാനം ചെയ്തുതരാം. മരുന്ന് എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത്, മരുന്ന് എന്ന് പറയുന്നത് ഈ കുടിക്കണ മരുന്ന് മാത്രമല്ല, അതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. ഞങ്ങളൊക്കെ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടുന്നത് വീട്ടിലിരുന്നുള്ള ഈ ജീവിതശൈലിയും, ഈ ഫോണിൻ്റെ ഉപയോഗവും, ഈ ഭക്ഷണ രീതിയും, ഈ ടെൻഷനും, ഈ ഉറക്കമൊക്കെ മാനേജ് ചെയ്ത് നിങ്ങൾ രോഗിയല്ലാതിരിക്കുമ്പോഴാണ്. അതിനാണ് ഇന്ന് ഡോക്ടറെയും കൂട്ടി നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ നദീദ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.